നെറ്റ്ഫ്ലിക്സിലൂടെ പുതിയൊരു സൈഫൈ ഫാന്റസി ഹൊറർ സീരീസ് പുറത്തു വന്നിട്ടുണ്ട്, പാരസൈറ്റ് ദി ഗ്രേ. ഇത് പാരസൈറ്റ് എന്ന് പറഞ്ഞൊരു മാങ്കനെ ബേസ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സീരീസാണ്. അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു മാങ്കയാണ്. അതിന് അഡാപ്റ്റേഷനായിട്ട് ഒരു 2 പാർട്ടുള്ള ഒരു 2 പാർട്ട് മൂവി ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുണ്ട് 2014-15 സമയത്തൊക്കെ. ദെൻ ഒരു പാരസൈറ്റ് മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആനിമി പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു യൂണിവേഴ്സിൽ അടങ്ങുന്ന ഒരു സ്പിൻ ഓഫ് പോലെയാണ് ഈ ഒരു സീരീസ്. പക്ഷേ ഇതിന് മുമ്പുള്ള കണ്ടന്റുകൾ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ആദ്യം ഇത് കാണുന്നവരും വിചാരിച്ചത് ഇതിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവില്ല, എന്താണ് പാരസൈറ്റ്, അതിൻ്റെ ആ ഒരു മെക്കാനിക്സും അവരുടെ ബയോളജിയും കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ഒറിജിൻ സ്റ്റോറി പോലെ തന്നെയാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. കാരണം മറ്റ് സാധനങ്ങൾ കാണുന്ന ഒരു നിർബന്ധമില്ല, മാങ്കോ വായിക്കണം എന്നൊരു നിർബന്ധമില്ലാതെ ഒന്നും അറിയാത്തൊരു ഓഡിയൻസിന് നല്ലൊരു സൈഫൈ ഫാൻറ്റസി സീരീസ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സീരീസാണ്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത 6 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. ഇതൊരു ഡ്രാമയാണ്. സോ കൊറിയൻ സീരീസുകളൊക്കെ സാധാരണ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് ഒരു 13-22 എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി പണ്ടാറടക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റൊക്കെ കിട്ടിയാൽ അതിൽ വെച്ച് ഇതൊക്കെ സപ്പോർട്ടാക്കി, അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻ സീക്വൻസുകളും ആക്ഷൻ ബ്ലോക്കുകളൊക്കെ സബ്ബായിട്ട് വെച്ച് 1-2 എപ്പിസോഡുകൾ കൂടുമ്പോൾ വെറുതെ 1-2 കാണിച്ച് പോകുന്നത് ആണ് ഇപ്പോൾ സ്ഥിരം കാണുന്ന പതിവ്. ഇത് അങ്ങനെയൊന്നുമില്ല. എന്താണോ കഥ, എന്താണോ അവർക്ക് പറയാനുള്ള ഒരു പ്ലോട്ട്, അതിലേക്ക് മാത്രം സ്റ്റിക്ക് ചെയ്ത് സബ്പ്ലോട്ടുകളിലേക്കൊന്നും അനാവശ്യമായി പോകാതെ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് തന്നെ പോകുന്നൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻഗേജ് ചെയ്ത് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. കറക്റ്റ് ഒരു 6 എപ്പിസോഡിൽ കംപ്ലീറ്റ് ആവും. ദെൻ സെക്കൻഡ് സീസണിലേക്കുള്ള നല്ലൊരു ക്ലിഫ് ഹാങ്ങർ വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് അത് നമ്മുടെ ഈ പറയുന്ന പാരസൈറ്റ് മൂവി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല ഗംഭീരമായിട്ടുണ്ട്. ആൻഡ് ഇതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ഇതിൻ്റെ മേക്കിംഗ് ആണ്. ഇതിലെ ഡീറ്റെയിലിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ഹെവി മേക്കിംഗ് ആണ്. ഇപ്പോൾ മാങ്കയിൽ കാണും, പക്ഷേ ആനിമയിലും വേണമെങ്കിൽ കാണാം. പക്ഷേ ലൈവ് ആക്ഷനിൽ വരുമ്പോൾ കുറേ ലിമിറ്റേഷൻ വരുന്ന കുറേ സാധനങ്ങളുണ്ട്. അലമ്പായി പോകാൻ പറ്റുന്ന ഇതിൻ്റെ മെയിൻ മെക്കാനിക്സ്, ഇപ്പോൾ എർത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം പാരസൈറ്റ്സ് അവർ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കയറി അതിനെ ഹോസ്റ്റായിട്ട് ബാക്കിയുള്ളവരെ മുഴുവനായിട്ട് കൊല്ലാൻ വേണ്ടി നടത്തുന്നതാണ് ഇതിൻ്റെ പ്രധാന കഥ. സോ അങ്ങനത്തെ ഒരു സമയത്ത് ഈ മെയിനായിട്ട് ഇവർക്ക് കാണിക്കേണ്ട മെയിൻ എലമെൻസിലൊന്നാണ് ഈ പാരസൈറ്റ്സിൻ്റെ ആ ഒരു ഗ്രാഫിക്സും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ CGI സാധനങ്ങളൊക്കെ. അതിലൊക്കെ വേണമെങ്കിൽ കണ്ണി പൊടിയിടാൻ പറ്റുന്ന പോലത്തെ കുറേ സാധനങ്ങൾ ചെയ്യാം. ഇതിൽ കുറേ ആക്ഷൻ സെറ്റ് പീസസ് ഉണ്ട്. ഈ ആക്ഷൻ സീക്വൻസുകളെല്ലാം 1-to-1 ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുകളൊന്നുമല്ല. ഈ പാരസൈറ്റ്സിൻ്റെ ഈ ഒരു ഹാൻഡും അവരുടെ ഹെഡൊക്കെ തമ്മിലുള്ള ഫൈറ്റുകളാണ് മുഴുവനായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. സോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെറുതെ ഒന്ന് പോസ് ചെയ്താൽ അതിനകത്തുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അൾട്രാ HD സ്ക്രീനിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ. സോ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് അത്രയും ഇരുന്ന് ചെയ്തിട്ടുണ്ട്. ആ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞ് കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡയറക്ടർ ആരാന്ന് വെറുതെ ഒന്ന് എടുത്തു നോക്കിയത്. ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ചെയ്യും. സാധാരണ നെറ്റ്ഫ്ലിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ ചവറ് കണക്കിന് സീരീസുകൾ ഇവർക്ക് ഉള്ളപ്പോൾ ഒരെണ്ണത്തിന് വേണ്ടി ഇവർ ഇത്ര ഇരുന്ന് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇതിൻ്റെ ഡയറക്ടർ നോക്കിയപ്പോഴാണ് ട്രെയിൻ ടു ബൂസാൻ്റെ ഡയറക്ടറാണ് ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് മറ്റ് സിനിമകളിൽ ഇപ്പോൾ പെൻസുലയും ബാക്കിയുള്ള സിനിമകളിലൊക്കെ തന്നെ മേക്കിംഗ് വൈസ് ക്വാളിറ്റി ഉണ്ട്. അതേ ക്വാളിറ്റി തന്നെയുള്ള ഒരു സീരീസായിട്ട് എനിക്ക് തോന്നി. ഐ തിങ്ക് ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഒരു പക്ഷേ ഇതിൻ്റെ മേക്കിങ്ങിൽ, ഒരു പക്ഷേ മറ്റ് പാരസൈറ്റ് സിനിമകളും ആനിമിക്കൊക്കെ ഒരു പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈനൊക്കെ നല്ല രസമുണ്ടെങ്കിലും മേക്കിംഗ് വൈസും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഇറങ്ങിയത് കൊണ്ടും ഭയങ്കര ഇപ്പോഴത്തെ ഹൈ ഡെഫിനിഷൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ല CG വർക്കുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സീരീസ് എടുത്തിട്ടുള്ളത്. സോ അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, അപ്പാർട്ട് ഫ്രം ദി സ്റ്റോറി ലൈൻ, ക്യാരക്ടേഴ്സ്, ഇതിലെ ആക്ഷൻ സെറ്റ് പീസസും അതിൻ്റെ ആ ഒരു മേക്കിംഗ് കാണാൻ വേണ്ടി ഒരു വട്ടം കണ്ടുപോക്കാൻ പറ്റുന്ന നല്ലൊരു സൈഫൈ ഫാൻറ്റസി ഹൊറർ എന്നൊക്കെ പറയാൻ എല്ലാ ജോണറും കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. കാരണം ഇതൊരു ഒരു ഹൊറർ സീരീസാണ് വേണമെങ്കിൽ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 6 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സീസണിലേക്കുള്ള നല്ലൊരു ക്ലിഫ് ഹാങ്ങർ വെച്ചിട്ടുണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സാണ് സ്ഥിരം സെക്കൻഡ് സീസണൊക്കെ ഇപ്പോൾ പരമാവധി ഇവർ ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിലും ഫസ്റ്റ് സീസൺ നല്ലൊരു പ്രോപ്പർ എൻഡിങ്ങോടെയാണ് നിർത്തുന്നത്. സോ ഇത് വെച്ച് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും എന്ന രീതിയിൽ കണ്ടുപോക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ ഈ ഒരു ജോണർ ഇഷ്ടമാണെങ്കിൽ കണ്ടുപോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് സാധനങ്ങളൊന്നും കാണുന്ന ഒരു നിർബന്ധമില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ, അല്ലെങ്കിൽ ഈ ഒരു വേൾഡിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ എനിക്ക് തോന്നി. സോ ഇനി എനിക്ക് പാരസൈറ്റ് സിനിമ കാണാനും ആ ഒരു ആനിമി കാണാനൊക്കെ ആഗ്രഹമുണ്ട്. സോ അത് കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും കണ്ടുപോക്കുക. അത് കണ്ടിട്ടില്ലാത്തവർക്കും നല്ല തുറക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് പാരസൈറ്റ് ദി ഗ്രേ. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും. ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.